പ്രവാസ ലോകത്തെ വാർത്തകൾ. ബഹ്റിനിൽ വിദേശ തൊഴിലാളികൾക്കും സന്ദർശകർക്കും സർക്കാർ ആശുപത്രികളിൽ മെഡിക്കൽ സേവനങ്ങൾ നൽകുന്നതിനുള്ള ഫീസ് വർദ്ധിപ്പിച്ചു. ഇത് സംബന്ധിച്ച നിർദ്ദേശത്തിന് ബഹ്റിൻ പാർലമെന്റ് അംഗീകാരവും നൽകി. ഇനി മുതൽ സ്വകാര്യ ആശുപത്രികളിലെ നിരക്കുകൾക്ക് സമാനമായ ഫീസ് രാജ്യത്തെ പൊതു ആശുപത്രികളിലും ഈടാക്കും. പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളിലെ തിരക്ക് കുറയ്ക്കുക, പൗരന്മാർക്ക് മുൻഗണന നൽകുക, സർക്കാർ ചെലവുകൾ നിയന്ത്രണ വിധേയമാക്കുക എന്നിവയാണ് പുതിയ നിർദ്ദേശത്തിലൂടെ സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. ബഹ്റിൻ വിദേശികൾക്ക് കുറഞ്ഞ നിരക്കിൽ മികച്ച ചികിത്സ നൽകുന്നുണ്ട്. ഈ കുറഞ്ഞ ഫീസ് സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യത ആകുന്നുണ്ട്. ഫീസ് വർധനവിലൂടെ പ്രവാസികളെ സ്വകാര്യ ആശുപത്രികളിലേക്ക് പ്രേരിപ്പിക്കാനാകുമെന്നും ഇതുവഴി പൗരന്മാർക്ക് മികച്ച സേവനം ഉറപ്പാക്കാനാകുമെന്നുമാണ് അധികൃതരുടെ പ്രതീക്ഷ. സർക്കാരിന്റെ പുതിയ നീക്കം പ്രവാസികൾക്ക് വലിയ തിരിച്ചടിയാകും. ഇൻഷുറൻസ് ഇല്ലാത്ത പ്രവാസി തൊഴിലാളികൾക്ക് ഇനി മുതൽ വൻതുക നൽകി ചികിത്സ തേടേണ്ടി വരും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സൗദിയുടെ ദീർഘകാല താമസ പദ്ധതിയായ പ്രീമിയം റെസിഡൻസി 100-ലേറെ പേർക്ക് അനുവദിച്ചു. ഇതോടെ കുടുംബത്തെ നേരിട്ട് സ്പോൺസർ ചെയ്യാൻ കഴിയും. സംരംഭക വിഭാഗത്തിലാണ് പ്രീമിയം റെസിഡൻസി അനുവദിച്ചത്. 20 രാജ്യങ്ങളിൽ നിന്നുള്ള 100-ലേറെ പേർക്ക് പ്രീമിയം റെസിഡൻസി ലഭിച്ചു. റിയാദ് ഫ്രണ്ട് കൺവെൻഷൻ സെന്ററിൽ ആരംഭിച്ച രണ്ടാമത് ബിബാൻ ഫോറത്തിലാണ് പ്രീമിയം റെസിഡൻസി വിതരണം ചെയ്തത്. ചെറുകിട ഇടത്തരം സംരംഭക ജനറൽ അതോറിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. സൗദിയിൽ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സ്റ്റാർട്ടപ്പ് ഉടമകൾക്കായി രൂപകൽപ്പന ചെയ്തതാണിത്. സംരംഭകർക്ക് പ്രീമിയം ഇക്കാമ അനുവദിക്കുന്നതിലൂടെ ആഗോള വിദഗ്ധരെ സൗദിയിലേക്ക് ആകർഷിക്കാമെന്നാണ് വിലയിരുത്തൽ. ഡോക്ടർമാരെയും പ്രാക്ടീഷണർമാരെയും മറ്റു വിഭാഗങ്ങളിലെ വിദഗ്ധർ, സംരംഭകർ, റിയൽ എസ്റ്റേറ്റ് ഉടമകൾ തുടങ്ങിയവരെ രാജ്യത്തേക്ക് ആകർഷിക്കാനാകും. സൗദി പ്രൊഫഷണലുകൾക്ക് അറിവും ആഗോള വൈദഗ്ധ്യവും കൈമാറുന്നതിൽ ഉയർന്ന വൈദഗ്ധ്യമുള്ളവർക്കാണ് മുൻഗണന. കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് 8074 പേർക്ക് പ്രീമിയം റെസിഡൻസി പെർമിറ്റ് അനുവദിച്ചിരുന്നു. സ്പെഷ്യൽ ടാലന്റ് റെസിഡൻസി വിഭാഗത്തിൽ വരുന്നവർക്ക് സൗദിയിൽ വിസ രഹിത താമസത്തിന് അർഹതയുണ്ട്. കൂടാതെ മാതാപിതാക്കൾ, ജീവിത പങ്കാളികൾ, 25 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്നിവരെ ഇവർക്ക് നേരിട്ട് സ്പോൺസർ ചെയ്യാനാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAE-യിൽ നിർമ്മാണം, സാങ്കേതികവിദ്യ, ഊർജം എന്നീ മേഖലകളിൽ വൻ തൊഴിൽ സാധ്യത. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് മികച്ച അവസരം. അടുത്ത വർഷം UAE-യിലെ തൊഴിൽ വിപണിയിൽ നിർമ്മാണം, സാങ്കേതികവിദ്യ, ഊർജം എന്നീ മേഖലകളിൽ ശക്തമായ തൊഴിൽ സാധ്യതകളാണ് വിദഗ്ധർ പ്രവചിക്കുന്നത്. വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ, ഡിജിറ്റൽ പരിവർത്തനം, ഊർജ നിക്ഷേപങ്ങൾ എന്നിവയാണ് ഈ മേഖലകളിലെ വലിയ തോതിലുള്ള നിയമനങ്ങൾക്ക് പ്രധാന കാരണം. ഡാറ്റാ സെന്റർ മാനേജർമാർ, പ്രൊജക്ട് മാനേജർ, സിവിൽ എഞ്ചിനീയർമാർ തുടങ്ങിയ പ്രതിഭകൾക്ക് കമ്പനിയിൽ മുൻഗണന നൽകും. UAE-യിലെ കമ്പനികൾക്ക് പ്രാദേശികമായി അംഗീകാരമുള്ള ഈ സർട്ടിഫിക്കേഷനുകൾ ഉള്ള ജീവനക്കാർക്ക് ഉയർന്ന മുൻഗണന നൽകും. സ്പെഷ്യലൈസ്ഡ് വൈദഗ്ധ്യമുള്ളവർക്ക് കൂടുതൽ മികച്ച ശമ്പള പാക്കേജുകൾ ലഭിക്കും. എഞ്ചിനീയർമാർ, സാങ്കേതിക വിദഗ്ധർ, നിർമ്മാണ തൊഴിലാളികൾ എന്നിവർക്ക് ഉൾപ്പെടെ വൻതോതിൽ പുതിയ ഒഴിവുകൾ സൃഷ്ടിക്കും. ഡിമാൻഡ് വർദ്ധിക്കുമ്പോൾ പ്രത്യേക വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകൾക്ക് മികച്ച ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കാൻ സാധ്യതയുണ്ട്. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് വലിയ അവസരമാണ് UAE-യിലുള്ളത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.